ഹരി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ വിഷയത്തിൽ. ADGP MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു എന്ന വാർത്ത നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. അത് നമ്മളാണ് ഇന്നലെ കണ്ടെത്തിയതും ഈ റിപ്പോർട്ടിലുണ്ട്. അജിത് കുമാറിനെതിരെ ഗുരുതരമായൊരു മൊഴിയുണ്ട് എന്ന് കേൾക്കുന്നു. അരുൺ, തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള മൊഴി തന്നെയാണ് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ, DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. അതും SITക്കാണ്. SIT തലവനായിട്ടുള്ള SP ഷൗക്കത്ത് അലിയുടെ മുൻപിലാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴി പ്രകാരം തിരുവനന്തപുരത്തെ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ കേസ് ഡയറി തിരുത്തുന്നതും റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും മൊഴിയിൽ പറയുന്നത്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഗുരുതരമായ അതിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത് ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ട് ആ സമയത്ത് സമർപ്പിച്ചാൽ ഈ ബഹളത്തിനിടയിൽ ആരും ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അതൊരു വലിയ വാർത്തയാകില്ല, അതിൽ മറ്റ് ചർച്ചകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അജിത് കുമാർ തങ്ങളോട് പറഞ്ഞതെന്ന് DYSP അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ SITക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ അലയൊലികൾ തീരാതെ നിൽക്കുമ്പോൾ 17-ാം ദിവസം, അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന 17-ാമത്തെ ദിവസം ഈ റിപ്പോർട്ട് ആലപ്പുഴ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അജിത് കുമാർ പറയുന്നത് പോലെ ഈ ഗൺമാൻമാർ അവർ കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയത്, അതിൽ ഒരു തരത്തിലുള്ള ചട്ടലംഘനവുമില്ല, അതുകൊണ്ട് കേസ് എഴുതി തള്ളണം, അല്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കണം, ഡിസ്പോസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് അന്നത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള മൊഴിയാണ് DYSP ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളത് കൂടിയാവുകയാണ്. കാരണം ദുരന്തം മറയാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള അജിത് കുമാറിന്റെ നിർദ്ദേശം അത് തങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ വിവരങ്ങളെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിന് കൈമാറുന്ന റിപ്പോർട്ടിൽ, ഇടക്കാല റിപ്പോർട്ടിൽ അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അരുൺ, അത്ര സംഭവം സിമ്പിൾ അല്ല. ചുരുക്കത്തിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ്. വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിനിടയ്ക്ക് നൈസായിട്ടൊരു പുട്ടുകച്ചവടം നടത്താൻ ADGP MR അജിത് കുമാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ഇതങ്ങ് സമർപ്പിച്ചേക്കാം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല, വയനാട് ദുരന്തമല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യം എത്ര നാൾ മൂടി വെച്ചാലും ഒരു ദിവസം ഗ്രഹണം മാറി അത് പുറത്തു വരും MR അജിത് കുമാർ സാറേ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ MR അജിത് കുമാറിനെയും പിടിവിട്ടു പോകുന്നു എന്നുള്ളതാണ്. MLA ആണ് തല്ലിച്ചതച്ചിരിക്കുന്നത്, AD തോമസ്. അദ്ദേഹം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു പണി വരുന്നുണ്ട് അവറാച്ച എന്നൊരിക്കൽ കൂടി പറയേണ്ടി വരും MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉണ്ടാകുമ്പോൾ ആലോചിക്കണമായിരുന്നു.